-30 ഡിഗ്രിയിൽ ഉണ്ടാക്കിയ ഒരു ടോളസ്റ്റ് ബിൽഡിംഗ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ലെക്ത സെന്റർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കാനുള്ള കണ്ടീഷൻസ്, അവിടുത്തെ ചാലഞ്ചസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് അത്ഭുതമായിട്ട് മാറുന്നത്. 130 km/h സ്പീഡിലടിക്കുന്ന സ്നോ സ്റ്റോംസ്, പിന്നെ അതുപോലെ തന്നെ പെർമ ഫ്രോസ്റ്റ്, എപ്പോഴും പെർമനന്റ് ആയിട്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന ഫ്രീസ് ആയിട്ടുള്ള സോയിൽ കണ്ടീഷൻസ്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ക്രാക്ക് വരുന്ന ഫ്രോസൺ ലേക്സ്, ഇതൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. അവിടെയാണ് ഈ ടോളസ്റ്റ് ബിൽഡിംഗ് ഇവർ ഉണ്ടാക്കാൻ നിശ്ചയിച്ചത്. അപ്പോൾ ഇതിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് ഒരുപാട് പ്രിക്കോഷൻസ് ഇവർ എടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് ഇങ്ങനെ ആയ കാരണം ഒന്ന്, വളരെ ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷൻസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്, പൈൽ ഫൗണ്ടേഷൻസ്. അത് കൂടാണ്ട് തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഗ്രൗണ്ട് സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഹീറ്റഡ് എൻക്ലോഷേഴ്സ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് അത് ആ ഒരു ഹീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫ്രീസ് ആവുന്ന ഒരു കണ്ടീഷൻസ് വരും. -30 ഡിഗ്രിയിലും വർക്ക് ഫ്ലോ ഉറപ്പുവരുത്താൻ ഹീറ്റഡ് കോൺക്രീറ്റ് മിക്സസ് ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഇതിന്റെ പുറത്തുള്ള ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ കർട്ടൻ വാളാണ്. ഔട്ട്സൈഡ് ലെയർ ഈ വെതർ കണ്ടീഷനെ റെസിസ്റ്റ് ചെയ്യാനും, പിന്നെ ഉള്ളൊരു ക്യാവിറ്റി സ്പേസും, പിന്നെ ഉള്ളിൽ ഇന്റീരിയർ ആ കംഫർട്ട് നൽകാനും. നിയർലി ഈ ബിൽഡിങ്ങിന് 450 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. ഇത് മുന്നത്തെ 17th സെഞ്ചുറിയിൽ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നയാൻ ഷാൻസ് എന്ന് പറഞ്ഞുള്ളൊരു ബിൽഡിങ്ങിനെ കോപ്പി ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ട്രക്ചർ. കാരണം 90 ഡിഗ്രി സ്പൈറൽ ഷേപ്പിലാണ് ഈ ബിൽഡിംഗ് പോണത്. അത് അവിടുത്തെ സ്ട്രോങ് വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ സസ്റ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പൊ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ടോളസ്റ്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആ എഞ്ചിനീയേഴ്സിനെ നമ്മൾ സമ്മതിക്കണം. അവരെന്തൊക്കെ മെഷേഴ്സ് എടുത്തു എന്നുള്ളതൊക്കെ ഒരു അത്ഭുതമാണ്. ഇത് മാത്രമല്ല, കൂടുതൽ വിവരങ്ങളുണ്ട്, പക്ഷെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ്.